നുച്യാട് ഇബ്രാഹിം ദാരിമി ഉസ്താദ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് 7ാം വാർഷികവും തിബിയാൻ പ്രീ സ്കൂൾ ഫെസ്റ്റും ഇബ്രാഹിം ദാരിമി ഉസ്താദ് അനുസ്മരണവും ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 ദിവസമായി നടക്കുന്ന പരിപാടി കോടാപ്പറമ്പ് മഖാം സിയാറത്തോടെ ആരംഭിച്ചു. മുഹമ്മദ് അലി ഭാഗവി സിഹാറത്തിന് നേതൃത്വം നൽകി. അതിഥി തൊഴിലാളി സംഗമം, പ്രവാസി ഒത്തിരിപ്പ്, ദാരിമി ഉസ്താദ് അനുസ്മരണം, ഇശൽ നിലാവ്, ശിഷ്യ സംഗമം, മതവിജ്ഞാനവേദി, തിബിയാൻ പ്രീ സ്കൂൾ ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികൾ നടക്കും. ഉളിക്കലിന് തൊട്ടടുത്ത പ്രദേശമായ നുച്യാടിൻ്റെ കഴിഞ്ഞ കാലത്തെ നവോത്ഥാന സാംസ്കാരിക, സാമൂഹിക, വൈജ്ഞാനിക, ആത്മീയ രംഗങ്ങളിലെ പ്രശോഭിതമായ നേതൃസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട മർഹൂം ഇബ്രാഹിം ദാരിമി ഉസ്താദിൻ്റെ കഴിഞ്ഞ 70 വർഷത്തിന് ശേഷം 20ാമത്തെ ആണ്ട് അതിൻ്റെ 7ാം വാർഷിക സമ്മേളനവും തിബിയാൻ പ്രീ സ്കൂൾ ഉൾപ്പെടെ പ്രീ സ്കൂളിൻ്റെ ഫെസ്റ്റും അതോടൊപ്പം അനുസ്മരണ സമ്മേളനവും ഇന്നും നാളെയും മറ്റന്നാളും ചൊവ്വാഴ്ച ഉൾപ്പെടെ ബുധനാഴ്ച ഉൾപ്പെടെ നടന്നു വരികയാണ്. 4 ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 4 ദിവസത്തെ വാർഷിക സമ്മേളനവും അതോടൊപ്പം തിബിയാൻ പ്രീ സ്കൂളിൻ്റെ ഫെസ്റ്റും അനുസ്മരണ സമ്മേളനം ഉൾപ്പെടെ 4 ദിവസത്തെ പരിപാടികൾക്ക് നമ്മുടെ നുച്യാട് മർഹൂം ഇബ്രാഹിം ദാരിമി മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന് കീഴിൽ നടത്തപ്പെടുകയാണ്. നുച്യാട് പ്രദേശത്തിൻ്റെ ആത്മീയ രംഗങ്ങളിൽ മാത്രമല്ല സാമൂഹിക വളർച്ചയിലും വികസനോന്മുഖ പ്രവർത്തനങ്ങളിലും ഭൗതിക മേഖലകളിലുമൊക്കെ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഒട്ടനേകം പ്രതിഭാശാലികളെ വളർത്തിയെടുക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ഒരു മഹാഗുരുവാണ് മർഹൂം ഇബ്രാഹിം ദാരിമി ഉസ്താദ്. ആ ഉസ്താദിൻ്റെ 20ാമത് ആണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഉസ്താദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന് കീഴിൽ വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ എല്ലാം വാർഷികവും അതോടൊപ്പം ഫെസ്റ്റും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു 4 ദിവസത്തെ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് പതാക ഉയർത്തും. 7 മണിക്ക് നടക്കുന്ന ബുർദ മജ്ലിസിന് നുച്യാട് സിറാജുൽ ഉലൂം ദർസ് വിദ്യാർത്ഥികൾ നേതൃത്വം നൽകും. അബ്ദുള്ളക്കുട്ടി ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. തുടർന്ന് നടക്കുന്ന ഇശൽ നിലാവിന് അസർ റബ്ബാനി കല്ലൂർ, നാസിഫ് കാലിക്കറ്റ്, യാസിൻ ഹാഷിമി കോട്ടക്കൽ, അഹമ്മദ് റഷീദ് അമ്മാനി വെളിമുക്ക്, അഹ്നഫ് പാനൂർ എന്നിവർ നേതൃത്വം നൽകും. SYS ഇരിട്ടി സോൺ പ്രസിഡന്റ് ഷുക്കൂർ അമാനി, മുത്തലീബ് കെ, മുഹമ്മദ് സിയാദ് PV എന്നിവർ സംസാരിക്കും. ചൊവ്വാഴ്ച നടക്കുന്ന തിബിയാൻ പ്രീ സ്കൂൾ ഫെസ്റ്റ് മുഹമ്മദ് റഫീഖ് നിസാമി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് റഫീഖ് അക്സനി അധ്യക്ഷത വഹിക്കും. അബൂബക്കർ ഷാഫി, അബ്ദുറഹ്മാൻ സഹദി, അബ്ദുൽ മജീദ്, അബ്ദുള്ള KP, ഷാഹിർ UK എന്നിവർ സംസാരിക്കും. ഇന്ന് ഫെബ്രുവരി 9 ഞായറാഴ്ച രാവിലെ കോടാപ്പറമ്പ് മഖാം സിയാറത്തോടെ ഞങ്ങളുടെ വാർഷിക പ്രോഗ്രാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് അതിഥി തൊഴിലാളി സംഗമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരം 7 മണിക്ക് നാട്ടിലുള്ള പ്രവാസികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരുമായി ഒരു സ്നേഹ വിരുന്നൊരുക്കി പരസ്പര സൗഹൃദമായൊരു സംഭാഷണം എന്ന രൂപത്തിൽ പ്രവാസി ഒത്തിരിപ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രവാസി ഒത്തിരിപ്പിന് സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ സൈദി ഉസ്താദ് നേതൃത്വം നൽകും. അതുപോലെ തന്നെ നാളെ ഫെബ്രുവരി 10 തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് അബ്ദുള്ളക്കുട്ടി ദാരിമി ഉസ്താദിൻ്റെ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രോഗ്രാം കൺവീനർ മുത്തലിബിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ദർസ് വിദ്യാർത്ഥികളുടെ സിറാജുൽ ഉലൂം ദർസ് വിദ്യാർത്ഥികളുടെ ബുർദ മജ്ലിസാണ് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് 8 മണിക്ക് കേരളത്തിലും അല്ലാതെയും വ്യത്യസ്ത മേഖലകളിൽ വലിയ സ്റ്റേജുകളിലൊക്കെയും സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന അസർ റബ്ബാനി കല്ലൂർ, യാസീൻ ഹാഷിമി കോട്ടക്കൽ, അഹമ്മദ് റഷീദ് അബാനി വെളിമുക്ക്, നാസിഫ് കാലിക്കറ്റ്, അഹ്നഫ് പാനൂർ തുടങ്ങിയ പ്രഗത്ഭരായ പാട്ടുകാരുടെ നേതൃത്വത്തിലായിക്കൊണ്ട് പ്രവാചക പ്രകീർത്തന സദസ്സ് ഒരുക്കിയിട്ടുണ്ട്. അത് നന്ദി മുഹമ്മദ് സിയാദ് അവർ അർപ്പിക്കും. ഫെബ്രുവരി 11 ചൊവ്വാഴ്ച മുഹമ്മദ് അലി ഉസ്താദ് ബാക്കവിയുടെ നേതൃത്വത്തിലായിക്കൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് അബൂബക്കർ ഷാഫി സ്വാഗതം ആശംസിച്ചുകൊണ്ട് SYSൻ്റെ നുച്യാട് യൂണിറ്റ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ സർക്കിൾ ഫിനാൻസ് സെക്രട്ടറിയുമായ റഫീഖ് ഹസനി അധ്യക്ഷത വഹിച്ചുകൊണ്ട് തിബിയാൻ പ്രീ സ്കൂളിൻ്റെ ഫെസ്റ്റ് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം തിബിയാൻ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് റഫീഖ് നിസാമിയാണ് നിർവഹിക്കുന്നത്. തുടർന്ന് സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവും നടക്കും. പ്രോഗ്രാമിൻ്റെ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായ ബുധനാഴ്ച ബഹുമാനപ്പെട്ട
ദാരിമി ഉസ്താദിൻ്റെ അനുസ്മരണം വിപുലമായി നടക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥന ബഹുമാനപ്പെട്ടവരുടെ അനുജൻ കൂടിയായ അബ്ദുൽ അസീസ് ഉസ്താദും മുസ്ലിയാരും സ്വാഗതം ഞങ്ങളുടെ സ്ഥാപനത്തിലെ സെക്രട്ടറിയായ ഹുസൈൻ KPയും നിർവഹിക്കും. അധ്യക്ഷത വഹിക്കുന്നത് പ്രോഗ്രാമിൻ്റെ ചെയർമാൻ മുഹമ്മദ് മുസ്ലിയാരാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് സ്ഥാപന പ്രസിഡന്റായ മുഹമ്മദ് ബഷീർ സായിദി ഉസ്താദാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ ഹുസൈൻ സഖാഫി, ഷാഫി ലത്തീഫി, അതോടൊപ്പം തന്നെ മഹലിൻ്റെ പ്രസിഡന്റായ നുച്ചാട് മഹലിൻ്റെ പ്രസിഡന്റായ ഷാഹു മുഹമ്മദ് ഹാജി സംസാരിക്കും. അതുപോലെ തന്നെ അബൂബക്കർ ബുഖാരി, ഉമർ മുഖ്താർ ബുഖാരി SF-ൻ്റെ ഡിവിഷൻ പ്രസിഡന്റാണ്. അദ്ദേഹവും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് അവസാന ഘട്ടമെന്ന രൂപത്തിൽ 8:30 മണിക്ക് പ്രഗത്ഭരായ ഇസ്ലാമിക് പ്രാസംഗികൻ അനസ് അമാനി SF-ൻ്റെ സ്റ്റേറ്റ് നേതൃത്വമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും നടക്കുകയാണ്. അതോടുകൂടെ നമ്മുടെ പ്രോഗ്രാം അന്നദാനത്തോടുകൂടെ സമാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമാപന ദിവസമായി ബുധനാഴ്ച ദാരിമി ഉസ്താദ് അനുസ്മരണ സംഗമം UK മുഹമ്മദ് ബഷീർ സഹദി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് അലി മുസ്ലിയാർ അധ്യക്ഷനാകും. അബ്ദുൽ അസീസ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഹുസൈൻ സഖാഫി, ഷാഫി ലത്തീഫി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. മുഹമ്മദ് അനസ് അമാനി പുഷ്പഗിരി മുഖ്യപ്രഭാഷണം നടത്തും. ഹുസൈൻ KP, ഷാഹു മുഹമ്മദ് ഹാജി, അബൂബക്കർ ബുഖാരി, ഉമർ മുഖ്താർ ബുഖാരി, മുഹമ്മദ് മിദ്ലാജ് എന്നിവർ സംസാരിക്കും. സ്ഥാപന ജനറൽ സെക്രട്ടറി ഹുസൈൻ K, ഉപാധ്യക്ഷൻ ഹാഷിം സഹദി, പ്രോഗ്രാം ജനറൽ കൺവീനർ മുത്തലീബ് K, എഡ്യൂക്കേഷണൽ ബോർഡ് കൺവീനർ മുഹമ്മദ് റഫീഖ് നിസാമി, മുഹമ്മദ് റഫീഖ് അക്സനി, ഷഹീർ UK എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.